സെലിബ്രിറ്റി കൊറിയോഗ്രാഫറും ഡാൻസുകളുടെ രാജകുമാരൻ നമ്മുടെ എല്ലാവരും സ്വന്തം വിഷ്ണു കലാർപ്പണമാണ്. നമസ്കാരം. ഒരു പുരുഷൻ ഡാൻസിലോട്ട് ഇറങ്ങുന്നു, 25 വർഷം നിൽക്കുന്നു. എപ്പോഴെങ്കിലുമൊക്കെ കൂട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും നിനക്ക് നാണമില്ലേ കുടുംബപ്പേര് കളയാൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളെപ്പോലെ ടീച്ചേഴ്സ് പെൺകുട്ടികളെ പഠിപ്പിക്കും മോഹിനിയാട്ടമൊക്കെ കളിക്കുന്നതുകൊണ്ട് നമുക്കൊരു സ്ത്രൈണത ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും. പക്ഷെ അത് നമ്മുടെ പ്രൊഫഷനിൽ മാത്രമേ കാണിക്കാവൂ, പുറമേ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളെ, കാശുള്ള കുട്ടികളിൽ നിന്ന് തീർച്ചയായിട്ടും ഞാൻ കാശ് മേടിച്ച് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ബിക്കോസ് ഞാൻ പഠിച്ചു വന്ന രീതി അങ്ങനെയാണ്. അതേസമയം ഞാൻ ഒരുപാട് കുട്ടികളെ രഹസ്യമായിട്ട് ഫീസ് വാങ്ങിക്കാതെ, അതിൻ്റെ പേരിൽ എൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് കുട്ടികൾ പിണങ്ങി പോയിട്ടുണ്ട്. വിഷ്ണു, കലോത്സവത്തിൽ അഴിമതിയാണോ നടക്കുന്നത്? നൃത്തം കളിക്കുന്ന ഒരു കുട്ടിക്ക് കറുപ്പെന്നോ വെളുപ്പെന്നോ ഉണ്ടോ വിഷ്ണു? തീർച്ചയായിട്ടും കറുത്ത കുട്ടികൾക്കും വെളുത്ത കുട്ടികൾക്കും നൃത്തം ചെയ്യാം. പക്ഷേ വിഷ്ണു ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നു, ആളുകൾ പഴി ചേർക്കുന്നു, നമ്മൾ ചിന്തിക്കാത്ത ലെവലിൽ തന്നെ നമ്മൾ താഴോട്ട് പോകുന്നു. ഓക്കെ, എന്തായിരുന്നു കഥ വിഷ്ണു? എന്നെ ഉപദ്രവിച്ചു കേട്ടോ. 2-3 അടിയൊക്കെ തന്നു എനിക്ക്. അത് ഭയങ്കര ഒരു ഫീലിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല, എന്നാലും എന്നെ എനിക്ക് 2-3 ഇങ്ങനെ കവാലത്തിലൊക്കെ അടിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. ഇന്നിനോടൊപ്പം ഉള്ളത് സെലിബ്രിറ്റി കൊറിയോഗ്രാഫറും ഡാൻസുകളുടെ രാജകുമാരൻ നമ്മുടെ എല്ലാവരും സ്വന്തം വിഷ്ണു കലാർപ്പണമാണ്. നമസ്കാരം. നമസ്കാരം. വിഷ്ണു, എന്തുകൊണ്ട് വിശേഷം? സുഖം ചേട്ടാ, നന്നായിട്ട്. ആദ്യം തന്നെ വിഷ്ണുവിനെ പോലെ ഒരു സൗഹൃദം എനിക്ക് ലഭിച്ചതിൽ നന്ദി പറയുന്നു. എനിക്ക് ചേട്ടനെ പോലെ ഒരാളിനെ കൂട്ടാവുന്നത് എനിക്ക് അനുഗ്രഹമല്ലേ? സത്യം സത്യം, തീർച്ചയായിട്ടും. വിഷ്ണു, ഇനി നമുക്ക് അറിയേണ്ടത്, അല്ലെ പ്രേക്ഷകർക്ക് അറിയേണ്ടത്, ഞങ്ങൾ ഈ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് ഒരുപാട് ട്രോഫികൾ, ഒരുപാട് പുരസ്കാരങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇപ്പം കയ്യിൽ? ഞാൻ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കേരള നടനം, കഥകളി പഠിച്ചിട്ടുണ്ട്. അത് പ്രോഗ്രാമിന് വേണ്ടി പഠിച്ചതാണ്. കഥക്ക് പഠിച്ചിട്ടുണ്ട്. പിന്നെ സെമി ക്ലാസിക്കൽ, പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ഡാൻസുകളൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. കോമ്പറ്റീഷനൊക്കെ ഒരുപാട് നാൾ പഠിപ്പിക്കുകയായിരുന്നു. ഏകദേശം ഒരു 25 years ആയിട്ട് ഡാൻസ് ഫീൽഡിൽ ഇങ്ങനെ. 25 വർഷത്തോളം ഡാൻസ് ഫീൽഡിലുണ്ട്. 25 വർഷമായിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും വയസ്സ് എത്രയായെന്ന് ചോദിക്കും. ഇല്ല, ഞാൻ ചോദിക്കത്തില്ല. വയസ്സ് നമുക്കറിയണം. ഇനി ഞങ്ങൾക്ക് അറിയേണ്ട കാര്യം, 25 വർഷം ഡാൻസ് ഫീൽഡിലുള്ള വിഷ്ണു ഇതിലോട്ട് വന്നത് എങ്ങനെയായിരുന്നു? ഡാൻസിലോട്ട് വന്നതെന്ന് പറയുന്നത് എൻ്റെ സ്വദേശം എന്ന് പറഞ്ഞാൽ കഠിനംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കഠിനംകുളത്ത് പാടിക്കവിളാകം ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ ചെറുതിലെ എൻ്റെ അനിയത്തെ പഠിപ്പിക്കാനാണ് ആക്ച്വലി ഡാൻസ് പഠിപ്പിക്കാൻ വന്നത്. ജയ എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചർ എൻ്റെ അനിയത്തെ പഠിപ്പിക്കാൻ വന്ന സമയത്ത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ എന്നെ ഡാൻസ് പഠിപ്പിക്കണം. അന്നത്തെ കാലത്തെ ആണുങ്ങളൊക്കെ ഡാൻസ് പഠിക്കുന്നത് എന്തോ മോശമായിട്ടുള്ള കാര്യം എന്നാണ് എല്ലാവരും പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡാൻസ് എന്നൊരു സമയത്തൊരു വാർത്ത ഉണ്ടായിരുന്നു അല്ലേ? അതെ, അതായത് ആണുങ്ങൾ കൂടുതലും ഡാൻസ് കളിക്കുന്ന എല്ലാവരും ശ്രയണത വരും, അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്ന ആണുങ്ങൾ എപ്പോഴും പഠിക്കുന്നത് ആണുങ്ങളെടുത്ത് തന്നെ പഠിക്കുമ്പോൾ കുറച്ച് മാറി. കാരണം നമ്മളെപ്പോലെ ടീച്ചേഴ്സ് പെൺകുട്ടികളെ പഠിപ്പിക്കും മോഹിനിയാട്ടമൊക്കെ കളിക്കുന്നതുകൊണ്ട് നമുക്കൊരു സ്ത്രൈണത ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും. പക്ഷെ അത് നമ്മുടെ പ്രൊഫഷനിൽ മാത്രമേ കാണിക്കാവൂ, പുറമേ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. അത് തെറ്റ് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ. എത്രയോ ഇപ്പം അതുകൊണ്ട് ഒരുപാട് കുട്ടികൾ, ആൺകുട്ടികൾ ഡാൻസിലോട്ട് വരാൻ മടിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരു നാട്ടിൻപുറത്ത് നിന്ന് ഒരു പുരുഷൻ ഡാൻസിലോട്ട് ഇറങ്ങുന്നു, 25 വർഷം നിൽക്കുന്നു. എപ്പോഴെങ്കിലുമൊക്കെ കൂട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും നിനക്ക് നാണമില്ലേ കുടുംബപ്പേര് കളയാൻ എന്ന് ചോദിച്ചിട്ടുണ്ട്? അയ്യോ, അത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. കാരണം എൻ്റെ തറവാടെന്ന് പറയുന്നത് ഒരു 8 കുടുംബം അടങ്ങുന്ന ഒരു തെക്കേയാലുവിളാകം കുടുംബം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പൂജയും കർമ്മവും ഒക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ നടന്ന, ആദ്യമേ കോവിലും കാര്യങ്ങളും തറവാടുത്തുമായിട്ട് നടന്ന ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ ആരും, എൻ്റെ പഴയ അപ്പൂപ്പനൊക്കെ നാടകമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ ആരും ഡാൻസും പാട്ടുമായിട്ട് ബന്ധമുള്ള ആരുമില്ല. എൻ്റെ അനിയത്തെ പഠിപ്പിക്കാൻ വന്നെങ്കിൽ അനിയത്തെ നിർത്തിയിട്ട് പിന്നെ ഞാനാണ് ആ ഡാൻസ് പഠിച്ചത്. എൻ്റെ ഒരു രസത്തിന് വേണ്ടി പഠിച്ചിട്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ആധികാരികമായി ഓരോരുത്തർ പഠിച്ച് സ്വന്തം കഴിവിൽ വളർന്നു വന്ന ആളാണ് ഞാൻ. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ. അതെ, ഒറ്റയ്ക്ക് അത് പ്രത്യേകിച്ച് എടുത്ത് പറയണം. കാര്യം എൻ്റെ ചേട്ടൻ ദുബൈയിൽ ഇപ്പം 18 വർഷമായിട്ട് ചേട്ടൻ ദുബൈയിലാണ്. അവിടെ ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് പോകണു. ചേട്ടനൊന്നും ആദ്യമൊന്നും എന്നെ ഒന്നും ഇഷ്ടമൊന്നും അല്ലായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് പോലും ഡാൻസിനോട് വലിയ ക്രൈസ്. അച്ഛൻ മരിച്ചുപോയി, 10 വർഷമായി. അച്ഛന് ചെറിയ താല്പര്യം ഉണ്ടായിരുന്നു. അച്ഛൻ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പിന്നെ സ്കൂളിൽ തന്നെ ഒരു അനിത ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർ, ലോറൻസ് സാറ്, അവരൊക്കെയാണ് ഈ ഫീൽഡിൽ എന്നെ ഇത്രയും ലെവലിലോട്ട് കൊണ്ടുപോകുന്നത്. അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫെസിലിറ്റീസ് ഇല്ല പഠിക്കാനും കാര്യങ്ങളൊന്നും. ഞാൻ തന്നെ സ്വന്തമായിട്ട് പഠിച്ചു. +2 ആദ്യം ഞാൻ 10th പഠിച്ച സമയത്ത് ഞാൻ 10th തോറ്റു. കാര്യം
ഡാൻസിന് വേണ്ടി നടന്നിട്ട് തോറ്റ് രണ്ടാമത് എഴുതിയാണ് ഞാൻ ജയിച്ചത്. പിന്നെ +2 എൻ്റെ ഇഷ്ടത്തിന് വീണ്ടും മത്സരിക്കുന്നതിന് വേണ്ടി ഞാൻ അലുതുമാൻ സ്കൂളിൽ പോയി പഠിച്ചു. അവിടെ ഞാൻ സ്വന്തമായിട്ട് പഠിച്ചു. എന്നിട്ട് ഒരു ദിവസം ക്ലാസ്സിന് പോകാതെ ആ സമയത്ത് ഞാൻ CBSE കലാപ്രതിഭയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എൻ്റെ ഇതിൽ പഠിച്ചു പിന്നെ കറസ്പോണ്ടായിട്ട് ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റിയിൽ ഭരതനാട്യം ചെയ്തു. അത് കഴിഞ്ഞ് അണ്ണാമല യൂണിവേഴ്സിറ്റി ചെയ്തു. പിന്നെ അലയൻസ് യൂണിവേഴ്സിറ്റിയിൽ MA കുച്ചിപ്പുടി ചെയ്തു, ഡിപ്ലോമ ചെയ്തു. മോഹിനിയാട്ടം വൈലോപ്പള്ളി സംസ്കൃതി, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കേരള നടൻ ഗുരുഗോപിനാഥറിൻ്റെ ഗ്രാമത്തിൽ ചെയ്തു. അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളും ഒരുപാട് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം അറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ അനുഗ്രഹം വന്ന വഴിയിലുള്ള കഷ്ടപ്പാടുകൾ തീർച്ചയായിട്ടും ഒരുപാട് കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്. കാര്യം അന്നത്തെ സമയത്ത് ഫീസൊക്കെ കൊടുക്കാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ട്. ട്യൂഷൻ എടുത്താണ് ഞാൻ വേറെ വീട്ടിലൊക്കെ പോയിട്ട് ട്യൂഷൻ എടുത്തിട്ട് ആ പൈസ കൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ പഠിക്കുകയും. കാരണം ഞങ്ങളെ സാറ് എന്നെ പഠിപ്പിച്ച ശൈലേന്ദ്രൻ എന്ന് പറഞ്ഞ സാറുണ്ടായിരുന്നു. സാർ ഇപ്പം മരിച്ചുപോയി. സാറാണ് പിന്നെ ആദ്യം പഠിപ്പിച്ചത് ജോയി ആർ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് കോളേജിലെ പ്രൊഫസറാണ് എന്നെ പഠിപ്പിച്ചത്. ഈ ഞാൻ വിഷ്ണുവിനെ പറ്റി കേട്ടൊരു കഥയുണ്ട്. ഈ ഡാൻസ് പഠിക്കാനായിട്ട് ഒരാളോട് ഒരു 10 രൂപ ചോദിച്ചപ്പം പോലും നിനക്ക് തരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നിനക്ക് ഈ പൈസ ഒന്ന് തിരിച്ചു തരുന്നതെന്ന് ഞങ്ങൾക്കൊരു ഉറപ്പുമില്ല എന്ന് പറഞ്ഞ വിഷ്ണു ഒരു ലെവലിലെത്തിയപ്പം ആ വ്യക്തി തന്നെ വിഷ്ണുവോടും പൈസ ചോദിച്ചില്ലേ? ഉറപ്പായിട്ടും 100% ഒരുപാട് പേരെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളെ, കാശുള്ള കുട്ടികളിൽ നിന്ന് തീർച്ചയായിട്ടും ഞാൻ കാശ് മേടിച്ച് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ബിക്കോസ് ഞാൻ പഠിച്ചു വന്ന രീതി അങ്ങനെയാണ്. അതേസമയം ഞാൻ ഒരുപാട് കുട്ടികളെ രഹസ്യമായിട്ട് ഫീസ് വാങ്ങിക്കാതെ അതിൻ്റെ പേരിൽ എൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് കുട്ടികൾ പിണങ്ങി പോയിട്ടുണ്ട്. കാരണം ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങളുടെ സാറന്മാർ ഞങ്ങളുടെ അടുത്ത് അങ്ങനെ തന്നെയാണ് കാണിച്ചത്. പക്ഷേ പഠിക്കുന്ന കുട്ടികളിൽ കഴിവുള്ള കുട്ടികൾ ഒരുപാട് പേര്, പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളെ ഞാൻ രഹസ്യമായിട്ട് എൻ്റെ ചിലവിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ കുട്ടികൾ തന്നെയാണ് സംസ്ഥാന യുവജനോത്സവത്തിൽ എപ്പോഴും വിന്നറായിട്ട് വരുന്നത്. എന്തോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ഒരു പക്ഷേ വിഷ്ണു വന്ന കഷ്ടപ്പാടിൻ്റെ ഒരു വിലയായിരിക്കത്തില്ല വിഷ്ണു ഈ സഹായം? തീർച്ചയായിട്ടും ഉറപ്പായിട്ട്. എൻ്റെ വീട്ടിൽ ഇന്ന് വരെ എനിക്ക് ഡാൻസിനെന്ന് പറഞ്ഞ ഒരു രൂപ തന്നിട്ടില്ല. അത് ഉറപ്പാണ്. കാര്യം ഇന്ന് ഞാൻ അതിൽ വേറെ ഒന്നുമില്ല, എന്നെ ഓർത്ത് അവർ അഭിമാനിക്കുന്നു. കാരണം ഇന്ന് എൻ്റെ പേരിൽ അറിയുന്നത്. തീർച്ചയായിട്ടും ചേട്ടൻ പോലും, ഞാൻ ദുബൈയിലാണ് ഇപ്പോഴും ഞാൻ ഷംന കാസിം ഡാൻസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട്, ഷംന കാസിം ഒരു നല്ലൊരു കുട്ടിയായിട്ടുള്ള ഒരു നടിയാണ്. അപ്പം പുള്ളിക്കാരിയുടെ സ്ഥാപനത്തിൽ ഞാൻ ഇപ്പം നൃത്താധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. ഒരുപാട് കുട്ടികളുണ്ട്. നല്ലൊരു മനസ്സിനുടമയാണ് ഷംന. ഷംനയുടെ സ്ഥാപനത്തിൽ ആണ് ഞാൻ. അവിടെ 2 മാസവും നാട്ടിൽ 1 മാസം അങ്ങനെ വന്ന് പോയി നിൽക്കുകയാണ്. ഒരു താരജാട ഇല്ലാത്തൊരു നടിയാന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണ്? അയ്യോ തീർച്ചയായിട്ടും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുമ്പ് ഞാൻ എന്തോ ഒരു അത്ഭുതം എന്ന് പറയാം. കാര്യം ഞാൻ പ്രോഗ്രാം പലപ്പോഴും ഞാൻ TV കണ്ടപ്പോൾ ഷംനയും ഞാനും എപ്പോഴും ഒരു കോമ്പിനേഷനുണ്ട്. എല്ലാവരും പറയും. കാര്യം എവിടെ കണ്ടാലും പറയും ഷംനയെ പോലെ ഇരിക്കുന്നുണ്ടല്ലേ ചെറുതായിട്ട് ഫേസിൽ എന്ന് പറയും കളിക്കുമ്പോൾ. അപ്പം ഞാനിപ്പോൾ പെട്ടെന്ന് ഞാൻ അവിടെ ഒരു ദിവസം ഒരു റീൽ എടുത്തപ്പോൾ റീലൊക്കെ തന്നെ 18 മില്യനൊക്കെ ഒരു റീൽ പോയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എനിക്കും ഷംനയ്ക്കൊക്കെ വന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ. നല്ലൊരു നടിയും നല്ലൊരു മനസ്സിനുടമയാണ്. അതേപോലെ ഷാനിദിക, ഷംനയുടെ ഹസ്ബൻഡും നല്ലൊരു സപ്പോർട്ട്. ഷംനയുമായിട്ട് വിഷ്ണു കളിച്ച റീൽ നമുക്കൊന്ന് കണ്ടാലോ? തീർച്ചയായിട്ടും കാണാം. 18 മില്യൺ അല്ലേ? 19 ആയെന്ന് തോന്നുന്നു. സ്റ്റെപ്പുകളാണെങ്കിലും മറ്റാളുകൾ പറഞ്ഞ പോലെ രൂപത്തിലാണെങ്കിൽ ഏകദേശം സാമ്യമുണ്ട് കേട്ടോ. നിങ്ങൾ പരിചയപ്പെട്ടത് എങ്ങനെയായിരുന്നു? ഞങ്ങൾ ആക്ച്വലി സജന നജാം എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയുണ്ട്. ചേച്ചി ഇവിടെ ട്രിവാൻഡ്രത്തെ ടോപ്പ്, നല്ലൊരു മനസ്സിലൂടെ ഈ പറഞ്ഞ പോലെ എല്ലാവരെയും നല്ല ലെവലിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചേച്ചിയാണ്. കുറേ ബെസ്റ്റ് കൊറിയോഗ്രാഫി അവാർഡൊക്കെ നേടിയിട്ടുള്ള ചേച്ചിയാണ് സജന നജാം. അപ്പോൾ ചേച്ചി വഴി ഞാൻ ഒരുപാട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആക്ടേഴ്സിനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു പ്രോഗ്രാമിന് ഞാൻ ആദ്യമായിട്ട് ഷംനയെ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കാലത്തിന് ശേഷം ചേച്ചി വിളിച്ചിങ്ങനെ പറഞ്ഞു, ഷംന ഒരു ദുബൈയിലൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ നല്ലൊരു അധ്യാപകനെ നോക്കുന്നുണ്ട്, വിഷ്ണുവിൻ്റെ വീഡിയോ ഒക്കെ കണ്ടപ്പം വിഷ്ണു സാറിനെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ചു. അപ്പം ഞാനിവിടെ അത്രയും കുട്ടികളുമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്കൊരു ചേഞ്ച് ആവശ്യമുണ്ടെന്ന് തോന്നി. ദുബായ് പോലെ ഒരു നഗരത്തിൽ പോയിട്ട് നമ്മൾ ഇവിടെ അറിഞ്ഞാൽ പോരല്ലോ, അങ്ങോട്ടൊക്കെ ഇപ്പോൾ എല്ലാവരും അറിയുന്നുണ്ട് നമ്മളെക്കാർ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ആയി. അവർ സമ്മതിച്ചു. 2 മാസം അവിടെയും 1 മാസം ഇവിടെയും, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പോയത്. അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒരു മാനേജിങ് ഡയറക്ടേഴ്സ് അങ്ങനെ ഒരു രീതിയിലല്ല, ഒരു ഫ്രണ്ട്ലി ഒരു ഹൗസിലെ ഒരു അംഗത്തെ പോലെയാണ് എന്നെ കാണുന്നത്. അങ്ങനെ തന്നെയാണ്. എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, നമുക്കായിട്ടൊരു റെസ്ട്രിക്ഷനൊന്നുമില്ല. അതുകൊണ്ട് അപ്പോൾ ഇപ്പം നമുക്ക് വിഷ്ണുവും ഷംനയും തമ്മിലുള്ളൊരു ബന്ധം, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അറിയാൻ വേണ്ടി ഷംനയെ ഒന്ന് വിളിക്കുക. ശരി. ഹലോ ഷംന, നമസ്കാരം. ഷംന, ഇന്ന് ഞങ്ങളോടൊപ്പം ഷംനയുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഷ്ണു ആണുള്ളത്. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും അറിയേണ്ടത് വിഷ്ണുവിനെ പറ്റി എന്താണ് ഷംനയ്ക്ക് പറയാനുള്ളത്?
എന്താ പറയണ്ടേ, വിഷ്ണു ചേട്ടൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഒരു ഗ്രേറ്റ്ഫുൾ ക്ലാസിക്കൽ ഡാൻസർ ആണ്. ആൻഡ് എന്റെ ഡാൻസ് സ്റ്റുഡിയോയിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ റെസെറ്റ് തന്നെയാണ് വിഷ്ണു മാസ്റ്റർ. ആൻഡ് കാരണം ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ സത്യം പറഞ്ഞ മാസ്റ്ററിനെ ഒരു ടീച്ചറായിട്ട് വിളിക്കാൻ പറ്റില്ല. ബിക്കോസ് മാസ്റ്റർ അത്രയും ബിസി ആയിട്ടുള്ള ഒരാളാണ്. അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കുറെ സ്റ്റുഡൻസും പിന്നെ ഹി ഈസ് വെരി ബിസി. അപ്പൊ ഞാൻ വേറെ ആരെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചിങ്ങനെ വിളിച്ചതാണ്. അങ്ങനെ നമ്മുടെ ഒരു ടോക്കിങ്ങിലാണ് ഒരു എന്താ പറയാ ഇങ്ങനെ മാസ്റ്റർ എനിക്ക് എന്റെ ഡാൻസ് സ്കൂളിന്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആണ് വിഷ്ണു മാസ്റ്റർ. അപ്പം എന്താ പറയാ എനിക്ക് മാസ്റ്റർ ആയിട്ടല്ല, എന്റെ ഒരു ബ്രദറാണ് വിഷ്ണു മാസ്റ്റർ. അപ്പൊ ഷംന ഒത്തിരി സന്തോഷം കേട്ടോ. താങ്ക് യു. അപ്പം ദുബായിലുള്ള ഡാൻസ് ക്ലാസ് എല്ലാം അടിപൊളിയാവട്ടെ. എല്ലാവിധ ആശംസകളും കേട്ടോ. താങ്ക് യു. ഇന്ന് ഷംന പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു മനസ്സിന് ഉടമയാണ് കേട്ടോ. പക്ഷെ ഈ മനസ്സിന് നല്ല ഉടമയായതുകൊണ്ട് തന്നെ ഒരുപാട് ചതികളും കേട്ടിട്ടില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം നമ്മളെല്ലാവരും വിശ്വസിക്കുമല്ലോ. നമുക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പം എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ എല്ലാവരെയും കാണുമ്പോഴും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കും എല്ലാവരെയും. കാര്യം നമുക്ക് അവരുടെ ഉള്ളിലെ ക്യാരക്ടർ എന്താണ്. ഇപ്പോൾ ഒരാൾ വന്ന് സഹായം ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സലിഞ്ഞ് ഞാൻ ചെയ്യും. പക്ഷെ പിന്നീട് അത് അവർ തന്നെ മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞ് അയ്യോ നമ്മളവനെ നല്ല രീതിയിൽ വലിപ്പിച്ച് കേട്ടോ, ഊറ്റി എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് പറയാം, ദൈവമേ ഞാനായിട്ടൊരു സഹായം ചെയ്തെങ്കിൽ നീ അവന് നല്ല മനസ്സ് കൊടുക്കുക, അവൻ ഇനി നന്നായിക്കോട്ടെ എന്നേ ഞാൻ വിചാരിച്ചോളൂ. പിന്നെ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഞാനെന്ന് പറഞ്ഞാൽ എൻജോയ്മെൻറ്റ് ടൈപ്പൊക്കെയാണ്. ഞാനിങ്ങനെ കുറേ പേരുമായിട്ട് ഫ്രണ്ട്ഷിപ്പായിട്ട് ചിലപ്പം എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങാൻ പോവുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ഉപദേശിക്കാറുണ്ട്. എന്താണ് വിഷ്ണു ഇങ്ങനെ കാണിക്കുന്നത്, എന്തിനാണ് ഈ പൈസയെ കൊണ്ട് കളയാൻ. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് ചേട്ടാ, ആ സമയത്ത് എൻ്റെ ഒരു ഹാപ്പിയാണ്. കാരണം ഞാൻ ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെട്ട് നടന്നിട്ടുണ്ട്. അച്ഛൻ മരിച്ചു പോയതിനു ശേഷം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ ഒരു 15 വർഷമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത്. വിഷ്ണുവിൻ്റെ ഒരു ഡാൻസിൻ്റെ വരുമാനം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് വിഷ്ണു. അയ്യോ അങ്ങനെയൊന്നുമില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ടെൻഷൻ എടുപ്പിക്കുന്നത്? എന്തിനാണ് ഇൻകം ടാക്സ് റൈഡിന് വരാനാണോ? അല്ല അങ്ങനെയൊന്നുമില്ല. അത്ര വരുമാനം കാര്യം ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. കുട്ടികളെ വരുമാനമൊന്നുമില്ല അത്ര. അങ്ങനെ നമുക്ക് ജീവിച്ചു പോകാന്നുള്ള വരുമാനം. വിഷ്ണു, കലോത്സവത്തിൽ അഴിമതിയാണോ നടക്കുന്നത്? കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ കഷ്ടപ്പെട്ട് പഠിച്ചു പോകുന്നു. ജഡ്ജസായിട്ടായ നിങ്ങളെപ്പോലെ ഉള്ളവരാണെന്ന് ഞാൻ പറയുന്നില്ല, ജഡ്ജസായിട്ടുള്ളവർ പൈസയ്ക്ക് വേണ്ടി മാത്രം ജഡ്ജിമെൻറ്റ് പാനലിൽ ഇരിക്കുന്നു. ഇതിനോട് യോജിക്കുന്നുണ്ടോ? അങ്ങനെ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇപ്പം ഒരു കുട്ടിയെ ഇപ്പം ഞാൻ ഉൾപ്പെടെ ഒരു കുട്ടിയെ നമ്മൾ മത്സരത്തിന് കൊണ്ടുപോകുമ്പോൾ ഇപ്പം സാധാരണ ഒരു കുട്ടി വരുമ്പോഴത്തേക്ക് ആ കുട്ടി ചിലപ്പോൾ കഴിവുള്ള കുട്ടിയായിരിക്കും. ഇപ്പം നമ്മൾ മത്സര കോളം എന്ന് പറഞ്ഞിട്ടൊരു നമ്മൾ ജഡ്ജ്മെൻറ്റ് ഇരിക്കുമ്പോൾ നമുക്ക് ഇത് തരും. അതിനകത്ത് ആകാര സുഷമ, വേഷവിധാനം, ചുവടുവെപ്പ്, ഇത് മുദ്രകളുടെ പൂർണ്ണത, വേഷവിധാനം ഇതൊക്കെ ഉണ്ട്. താളം, ചുവടുവെപ്പ്, ഇത്രയും കോളങ്ങൾ 25 മാർക്കുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ ഇതിലും പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് എല്ലാ കുട്ടികളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നില്ല. കാര്യം ഒരു കുട്ടി നന്നായിട്ട് കളിക്കുമായിരിക്കും, പക്ഷേ ആ കുട്ടി സാധാരണ കുടുംബത്തിൽ വന്ന ഒട്ടും കൊള്ളില്ലാത്തൊരു ഡ്രസ്സ് ഇട്ടായിരിക്കും ആ കുട്ടി വരുന്നത്. പക്ഷെ നമുക്ക് അവിടെ മാർക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ചില ഓഡിയൻസ് കാണുമ്പോൾ ഒരു കുട്ടി ഭയങ്കരമായി വന്ന് പെർഫോം ചെയ്യും. പക്ഷേ ആ കുട്ടി നമ്മൾ പഠിച്ച രീതിയിൽ ഒരു മുദ്ര ഇങ്ങനെ പിടിക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ആയിരിക്കും പിടിക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെ പിടിക്കുന്നതിന് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും പിടിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കാണുന്നവർ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അറിയാമല്ലോ അതിൻ്റെ. അതുകൊണ്ട് നമ്മൾ മാർക്ക് കുറയ്ക്കും, പ്രൈസ് കൊടുക്കില്ല. ചിലപ്പോൾ ഒരു കുട്ടി ഒതുങ്ങി വന്ന് നമ്മൾ ചിട്ടയായി പഠിച്ചവരാണെങ്കിൽ മുദ്രകളുടെ വിനിയോഗങ്ങളും കറക്റ്റ് ഓർഡറിനാണോ ആ കുട്ടി താളത്തിനാണോ ചെയ്യുന്നത് നോക്കി നമ്മൾ പ്രൈസ് കൊടുക്കുകയുള്ളൂ. ഒരു നൃത്തം കളി ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായ കാര്യം, ഒരു കുട്ടി ഭയങ്കരമായിട്ട് കളിച്ചു, എന്തുകൊണ്ട് ആ കുട്ടിക്ക് കൊടുത്തില്ല ഈ കുട്ടിക്ക് കൊടുത്തു. പക്ഷേ അത് അത്രയും ആധികാരികമായി ഇരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കൊടുക്കുകയുള്ളൂ. പിന്നെ ഒരു മേക്കപ്പിൻ്റെ കാര്യം തന്നെ പറയാം. നമുക്ക് ആകാരസുഷമ വേഷവിധാനം എന്ന് പറഞ്ഞ ഒരു കുട്ടി മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്ത് എന്തുകൊണ്ടാണ് മേക്കപ്പ് ചെയ്ത് വരണം എന്ന് പറയുന്നത്? അതാണ് ഞാൻ ഇപ്പോൾ ചോദിക്കാൻ വന്നത്. നൃത്തം കളിക്കുന്ന ഒരു കുട്ടിക്ക് കറുപ്പെന്നോ വെളുപ്പെന്നോ ഉണ്ടോ വിഷ്ണു? തീർച്ചയായിട്ടും കറുത്ത കുട്ടികൾക്കും വെളുത്ത കുട്ടികൾക്കും നൃത്തം ചെയ്യാം. പക്ഷേ നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് സൗന്ദര്യമുള്ള കുട്ടികൾക്ക് നൃത്തം ചെയ്യാം എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കറുത്ത കുട്ടികൾക്ക് ചെയ്യരുതെന്നല്ല. ആ കറുത്ത കുട്ടി ആയിരുന്നാൽ ആ കുട്ടിയെ സൗന്ദര്യവതിയാക്കി ചെയ്യിപ്പിക്കാം. അതിനാണ് മേക്കപ്പ്. മനസ്സിലായി? അത് പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും പറയുന്നുണ്ട്. കാര്യം സമയം അത്യാവശ്യമായിട്ടുള്ള കാര്യം. ആകാര സുഷമ വേഷവിധാനം എന്ന് പറയുന്നത് ഒരു കുട്ടി വേഷത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ തൂണ് പോലെ ഒരു ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നതിന് അതിന് ഒരു സുഷമയില്ല, അതിനൊരു ഷേപ്പില്ല. ഷേപ്പിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്ട്രാ ഫിറ്റിങ്സ് വയ്ക്കുന്നത്. ആ കുട്ടി വേദിയിൽ വരുമ്പോൾ ഇങ്ങനെ എന്താണ് അത്രയും ബോഡി ഷേപ്പിൽ വരുന്നത്, എക്സ്ട്രാ ഫിറ്റിങ്സ് വെച്ച് വരുന്നത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം പറയുന്ന കറുത്ത കുട്ടികളെ മേക്കപ്പ് ചെയ്ത് എത്ര സുന്ദരികളാണ്. എൻ്റെ അനുഭവത്തിൽ എത്രയോ കുട്ടികൾ കറുത്ത കുട്ടികളാണ് എൻ്റെ കുട്ടികൾ മത്സരിച്ച് സ്റ്റേറ്റിൽ. ഈയിടയ്ക്കൊരു അധ്യാപിക, ഒരു ഡാൻസ് ടീച്ചർ പറയുകയുണ്ടായി, കറുത്തിരിക്കുന്ന കാക്കകളെ പോലുള്ളവരെ ഡാൻസ് കളിപ്പിക്കാൻ പറ്റുകയില്ല,
ശരിക്കും അതിനോട് എന്താണ് വിയോജിപ്പാണോ വിഷ്ണു? ഞാൻ ഒരിക്കലും ഞാൻ അങ്ങനെ പറയുന്നില്ല. അത് ടീച്ചർ എനിക്കും അറിയാവുന്ന വിഷ്ണുവിന് അറിയാം. എനിക്കറിയാവുന്ന ടീച്ചറാണ്. ടീച്ചർ നല്ല ഫേമസ് ആയിട്ടുള്ള നല്ലൊരു നൃത്താധ്യാപികയാണ്. ടീച്ചറിനെ ഒരുപാട് പേര് മോശമായിട്ട് അതിനകത്ത് കമൻറ്റ് ചെയ്ത് ഞാൻ അന്ന് സംഭവിച്ചത് എന്താ വിഷ്ണു? ശരിക്കും സംഭവിച്ചത് ആക്ച്വലി എനിക്ക് തോന്നുന്നു അവർ തമ്മിലുള്ള മുൻ വൈരാഗ്യങ്ങളാണ്. കാരണം ഈ പുള്ളിക്കാരൻ നല്ലൊരു അധ്യാപകനാണ്, ഡോക്ടർ രാമകൃഷ്ണ സാറ്. നമ്മളെല്ലാം റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സാറിനെ പോലെ തന്നെ സാറിനെ ഒന്നും ചിന്തിക്കാമായിരുന്നു. ടീച്ചറിനെ പോലെ ഇത്രയും പ്രായമായ ഒരു വ്യക്തിനെ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രശ്നത്തിലോട്ട് വേണ്ടാതെ അവസാനിപ്പിക്കാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ രണ്ടുപേരും എനിക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യമാണ് ഇതിലെത്തിക്കുന്നത്. ഒരു കലാപരമായിട്ട് ഒരു കാര്യം ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ ദൈവികതയിൽ നിൽക്കുന്നവർ ഒരിക്കലും ഇതിലോട്ട് പോരുതെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ടീച്ചറും പറഞ്ഞ ഒരു രീതി മാറിപ്പോയി. സാറിനെ കുറ്റപ്പെടുത്തി പറഞ്ഞത് തെറ്റാണ്, അത് തെറ്റ് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ അത് പറഞ്ഞ് തീർക്കാമായിരുന്നു. ശരിക്കും അന്ന് ടീച്ചർ ഉദ്ദേശിച്ചത് എന്തുവാ? ടീച്ചർ ഉദ്ദേശിച്ചത് കറുത്ത കുട്ടികൾ ഡാൻസ് ചെയ്യാൻ പാടില്ല എന്നല്ല ഉദ്ദേശിച്ചത്. ടീച്ചർ ഉദ്ദേശിച്ചത് കറുത്ത കുട്ടികൾ വേദിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അത് അഴകായിട്ട് മേക്കപ്പ് ചെയ്ത് സൗന്ദര്യത്തോടു കൂടി തന്നെ ഈ പറയുന്ന ആൾക്കാർ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് പിറ്റേന്ന് ഫുള്ള് തല തൊട്ട് ഇങ്ങനെ അറ്റം വരെ മേക്കപ്പ് ചെയ്തിട്ട് വന്ന് വേദി കളിച്ച ആൾക്കാരുണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. കാര്യം അതാണ് ടീച്ചർ ഉദ്ദേശിച്ചത്. ഞാൻ ടീച്ചറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതുമല്ല, ഞാൻ പൊതുവിലുള്ളൊരു കാര്യം പറയാണ്. രണ്ടുപേരും അവരുടേതായ ടാലൻറ്റ് നിലനിർത്തുന്ന ആൾക്കാരാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയേണ്ട കാര്യമില്ലായിരുന്നു. അത് ഇപ്പോഴും അതിൻ്റെ കേസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ഞാനാരുമല്ല. വിഷ്ണു, ഈ കലോത്സവ വേദികളിലെ ഏറ്റവും വലിയ ദോഷവശങ്ങൾ എന്തൊക്കെയായിരിക്കും? ദോഷവശങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളൊരു മത്സരവേദിയിൽ ചെല്ലുമ്പം എപ്പോഴും നമ്മളെ കുട്ടിക്ക് തന്നെ പ്രൈസ് കിട്ടുമ്പോഴത്തേക്കും അവിടെ നമ്മൾ കോഴ കൊടുത്തിട്ടാണ് പ്രൈസ് വാങ്ങിക്കുന്നത്. നമ്മൾ എന്തുമാത്രം ആ ഒരു എഫേർട്ട് എടുക്കുന്നു എന്ന് അവർ ചിന്തിക്കുന്നില്ല മറ്റുള്ളവർ. നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക്, നമ്മൾ ചെയ്യുന്ന ഒരു കോസ്റ്റ്യൂം ആയിരുന്നാലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു വർണ്ണം, പുതിയൊരു വർണ്ണം എടുക്കുന്നതായിരുന്നാലും, ഞാൻ ഏറ്റവും കൂടുതൽ വർണ്ണം എൻ്റെ ഒരു വർണ്ണം എടുത്തിട്ടുള്ളത് എൻ്റെ ഒരു സുഹൃത്ത് കൂടിയായ ഡോക്ടർ ഹർഷൻ സെബാസ്റ്റ്യൻ ആൻ്റണിയുടെ വർണ്ണമാണ്. അദ്ദേഹത്തിന് പോലും ഞാൻ നല്ലൊരു സുഹൃത്താണ്. ചിലപ്പം അദ്ദേഹത്തിന് ദേഷ്യമായിരിക്കും അദ്ദേഹത്തിന്, പക്ഷേ എന്നാലും ഞാൻ എപ്പോഴും പുള്ളിക്കാരൻ്റെ വർണ്ണം എടുക്കുള്ളൂ. എന്നെ എല്ലാവിധ സപ്പോർട്ടും ചെയ്യാറുണ്ട്. പുള്ളിക്കാരൻ നല്ലൊരു ഫ്രണ്ടാണ്, നല്ലൊരു ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കൊറിയോഗ്രാഫറാണ്. അപ്പം എല്ലാ വർഷവും എൻ്റെ കുട്ടികൾ സംസ്ഥാന യുവജനോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. ഇവിടെ വെറുതെ ഇങ്ങനെ ഓരോരുത്തർ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വിഷ്ണു സാർ കോഴ കൊടുത്തിട്ടാണ് പ്രൈസ് വാങ്ങിക്കുന്നത്. എല്ലാ വിഷ്ണു സാറിൻ്റെ കുട്ടിക്ക് പ്രൈസ് കിട്ടും. പക്ഷേ അവർ അതിനകത്ത് എന്തൊക്കെ എഫേർട്ട്, ഏറ്റവും പുതിയ ഡ്രസ്സായിരിക്കും, ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും പുതിയ ഐറ്റം ആയിരിക്കും, മേക്കപ്പ് നല്ലതായിരിക്കും, ഓർണമെൻറ്റ്സ് നല്ലതായിരിക്കും, ഡബിൾ സെറ്റിൻ്റെ ഗ്രാൻഡ് ഓർണമെൻറ്റ്സ് ആയിരിക്കും നമ്മൾ ഇടുന്നത്. അത് അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമാണെങ്കിൽ നമ്മളെക്കാട്ടി അറിവുള്ളൊരു വ്യക്തിയുടെ അടുത്ത് കൊണ്ടുപോയി കറക്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കൊണ്ടുവരുന്ന കുട്ടീനെ. ഇതുവരെ ചിന്തിക്കുന്നില്ല. എന്താണ് ചിന്തിക്കാത്തത്? അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇരിക്കുന്ന വിധികർത്താക്കൾ കഴിവില്ലാത്തവരെ പിടിച്ചിരുത്തുന്നെന്ന് പറയുന്നു. ശരി, സമ്മതിച്ചു. അത് ചെയ്യിക്കുന്നത് കമ്മിറ്റിക്കാർ തന്നെയല്ലേ? അതെ, കമ്മിറ്റിക്കാർ സമ്മതമില്ലാതെ ഒരു വിധികർത്താവ് വരത്തില്ലല്ലോ. അപ്പോൾ അവരെയല്ലേ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്? അവർ എന്തുകൊണ്ട് ഡാൻസ് അധ്യാപകർ കോഴ കൊടുത്തു വായിക്കുന്നു എന്നുള്ള പ്രശ്നം ഉണ്ടാക്കുന്നു? അവർ വിളിക്കുന്ന വിധികർത്താവ് അങ്ങനെ കോഴ കൊടുക്കുന്ന ആളെയാണെങ്കിൽ എന്തുകൊണ്ട് അവർ വിളിക്കുന്നു? അതല്ലേ നമ്മൾ തിരുത്തേണ്ടത്? അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ തന്നെ പല വേദികളിലും വിധികർത്താവായിട്ട് ജഡ്ജ്മെൻറ്റിന് പോയിട്ടുണ്ട്. ഫേമസ് ആയിട്ടൊരു കോഴിക്കോട് ഒരു സ്ഥലത്ത് ഞാൻ ജഡ്ജ്മെൻറ്റിന് ഇരുന്ന സമയത്ത് ഒരു പേര് ഞാൻ പറയുന്നില്ല, എൻ്റെ അടുത്ത് DD തന്നെ ആവശ്യപ്പെട്ടു, ഒരു ഫേമസ് ആയിട്ടുള്ളൊരു രാഷ്ട്രീയക്കാരൻ്റെ മോക്ക് പ്രൈസ് കൊടുക്കണം, ഇതിന് തന്നെ കൊടുക്കണം, നിങ്ങളിതിനാണ് വന്നത്. അപ്പം ഞാൻ ചോദിച്ചു, സാർ അതിന് നമ്മൾ അങ്ങനെ ചെയ്യണോ? കളിക്കാത്ത കുട്ടിയാണെങ്കിൽ കൊടുക്കേണ്ടി വരുമോ? അപ്പം അത് നിങ്ങൾ നോക്കണ്ട, നിങ്ങളിതിന് കൊടുത്താൽ മതി. ശരി, ഞാനിരുന്ന വേദിയിൽ ഞാൻ ആ കുട്ടിക്ക് പ്രൈസ് കൊടുത്തില്ല. ആ കുട്ടിക്ക് പ്രൈസ് വാങ്ങില്ല. ഇതിനപ്പുറം ഒന്നുമില്ല കേട്ടോ. ഞാൻ കൊടുത്തില്ല. അതിൻ്റെ പേരിൽ ആ മത്സരം കഴിഞ്ഞ ഉടനെ എന്നെ ആ റൂമിൽ കൊണ്ടുപോവുകയും എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ഞാൻ കോഴ മാച്ചിട്ട് വന്ന ആളാണ് തിരിച്ചാക്കി. പ്ലേറ്റ് തിരിച്ചു എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അവരെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. എല്ലാവരും കൂടെ വന്ന് എന്നെ, ഞാൻ മാനസികമായിട്ട് തകർന്നു. ഓൺ ദ സ്പോട്ടിൽ തന്നെ എന്നെ അവിടെ നിന്ന് പുറത്താക്കിയവർ. പിന്നെ എന്നെ അവരിരുത്തിയില്ല. ഒരു പക്ഷേ വിഷ്ണുവിന് ചിന്തിക്കത്തില്ലായിരുന്നോ കുറച്ച് പൈസ കിട്ടുന്ന ഏർപ്പാടാണ്, അതെന്തുകൊണ്ട് ചിന്തിച്ചില്ല? അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ വിധി നിർണ്ണയത്തിന് പോകുമ്പോൾ നമുക്കറിയാം. ഇപ്പം ഞാൻ ഡാൻസ് ടീച്ചർ സ്റ്റേഡിയമിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ കേരളത്തിനകത്ത് അറിഞ്ഞുകൂടാത്ത വിധികർത്താക്കളായിട്ട് ഡാൻസേഴ്സ് ആയിട്ടുള്ള എല്ലാവരും എനിക്കറിയാം. പക്ഷേ നമ്മളെ കുട്ടികൾ പോയിരുന്നാലും മനസാക്ഷി എന്നൊരു സാധനം നമുക്കുണ്ട്. വേറൊരു കുട്ടി നമുക്കെതിരെ വരുമ്പം, എൻ്റെ ഒരു സുഹൃത്താണ് വിധി നിർണ്ണയത്തിന് ഇരിക്കണമെങ്കിൽ പോലും ആ കുട്ടി നല്ലോണം കളിക്കണമെങ്കിൽ അതിന് ഫസ്റ്റ് കൊടുത്തിട്ട് തീർച്ചയായിട്ടും നമ്മുടെ പരിചയത്തിൻ്റെ പേരിൽ ചിലപ്പോൾ നമ്മളെ കുട്ടി നല്ലതുപോലെ കളിച്ചാലും ഒരു പിടി മുന്നിൽ നിൽക്കുന്ന കുട്ടിക്ക് അവർ പ്രൈസ് കൊടുക്കുകയുള്ളൂ, നമുക്ക് സെക്കൻഡേ തരുള്ളൂ. അങ്ങനെ ആയിരിക്കണം ഒരു വിധി നിർണ്ണയം. ഞാൻ ഇന്ന് വരെ പല സ്ഥലത്തും പോയിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ എൻ്റെ ഒരു പക്ഷേ എൻ്റെ എന്തിനാ കള്ളം പറയുന്നത്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പോകുന്നവരോട് എൻ്റെ കുട്ടി കളിക്കുന്നുണ്ടോ ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിന് കള്ളം പറയണം? പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ കളിക്കണമെങ്കിൽ അവർ പറയും വിഷ്ണുവിൻ്റെ കുട്ടി തന്നെയാണ് അവിടെ നന്നായിട്ട് കളിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഓപ്പണായിട്ട് പറയണതിന് ഒരു പേടിയില്ല. പക്ഷെ ഒരു കുട്ടിയെയും ചതിച്ചിട്ട് ഞാൻ ഇന്ന് വരെയും പൈസ ഞാൻ മേടിച്ചിട്ടില്ല. വിഷ്ണു ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നു, ആളുകൾ പഴി ചാർക്കുന്നു,
നമ്മൾ ചിന്തിക്കാത്ത ലെവലിൽ തന്നെ നമ്മൾ താഴോട്ട് പോകുന്നു. ഓക്കെ, എന്തായിരുന്നു കഥ വിഷ്ണു? അതൊക്കെ പറയണമെങ്കിൽ പിന്നെ മാനസികമായിട്ടൊക്കെ ഞാൻ കുറച്ച് തകർന്ന സമയമായിരുന്നു. ഇപ്പോഴും അത് പറയുമ്പോൾ തന്നെ എനിക്ക് വിഷമമുണ്ട്, എന്നാലും ഞാൻ പരമാവധി പറയാൻ നോക്കാം. കാര്യം ഒരു സമയത്ത് ഒരു യൂത്ത് ഫെസ്റ്റിവൽ ഒരു 6 ഇയേഴ്സ് ബാക്ക് 6 ഇയേഴ്സ് ബാക്കാണ് ഒരു യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് എൻ്റെ കുട്ടികൾ, ഒരു കുട്ടിയുടെ പാരൻറ്റ് വന്നിട്ട്, പുള്ളിക്കാരൻ്റെ 2 മക്കൾ പാവപ്പെട്ടവരാണ്, ഈ പറഞ്ഞ പോലെ പാവപ്പെട്ടവരാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്, ബാലാവകാശ കമ്മീഷനിൽ ജോലി ചെയ്യുന്ന ആളാണ്. പുള്ളിക്കാരൻ അവിടെ ചായ വാങ്ങിച്ചു കൊടുത്താണ് പണി എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ കൊണ്ടാക്കി. ഞാൻ പഠിപ്പിച്ചു, നല്ല രീതിയിൽ പഠിപ്പിച്ചു. ആ വർഷം ആ കുട്ടിക്ക് പ്രൈസ് സബ് ജില്ലയിലൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇടയ്ക്ക് വേറെ കുട്ടികളും കൂടെ മത്സരിക്കാനുണ്ടായിരുന്ന കുട്ടികൾ, ആ കുട്ടിക്ക് കിട്ടിയതിൻ്റെ പേരിൽ ഇയാൾ എൻ്റെ അടുത്ത് നിന്ന് ദേഷ്യപ്പെട്ട് മടങ്ങിപ്പോയി. ആ വർഷം എൻ്റെ കുട്ടികൾ കുറേ പേര് താഴോട്ട് പോയി. അപ്പോൾ ആ കുട്ടികൾക്ക് അപ്പീൽ കിട്ടാൻ ഞങ്ങൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് നമ്മൾ പ്രൈസ് കിട്ടിയില്ലെങ്കിൽ, നമ്മൾ ഡിസ്ട്രിക്ട് കോമ്പറ്റീഷന് കിട്ടിയില്ലെങ്കിൽ നമ്മളിവിടെ അപ്പീൽ കൊടുക്കും. അതായത് നമ്മൾ സാധാരണ DDക്ക് അപ്പീൽ കൊടുക്കും. അവിടെ നിന്ന് തള്ളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോടതിയിൽ പോകും, അല്ലെങ്കിൽ ബാലാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു ലെവലിൽ പോകും. നമ്മൾ സാധാരണ അങ്ങനെ പോകുമ്പോഴത്തേക്ക് കുട്ടിക്ക് കഴിവുണ്ടെങ്കിൽ അവിടെ നിന്ന് പ്രൊസീഡ് ചെയ്യും. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ബാലാവകാശ കമ്മീഷൻ എവിടെ ഇരിക്കണം പോലെ അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ പോയിട്ടില്ല. എൻ്റെ കുട്ടികൾക്ക് അങ്ങനെ അപ്പീൽ മേടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പം പുള്ളിക്കാരൻ എൻ്റെ പാരൻസിനെ എല്ലാം ഈ സമയം കൊണ്ട് സ്വാധീനിച്ചിട്ട് എല്ലാവരുമായിട്ട് കമ്പനിയാണ്. പ്രോഗ്രാമിന് വരുമ്പോൾ അറിയാമല്ലോ. എന്നിട്ട് പുള്ളിക്കാരൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ അപ്പീൽ കൊടുത്താൽ നിങ്ങൾക്ക് വക്കീൽ നമ്മൾ സാധാരണ കോടതിയിൽ പോകുമ്പോൾ നമ്മൾ ഫീസ് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ ഫീസ് കൊടുത്താൽ നിങ്ങൾക്ക് അപ്പീൽ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാനറിയാതെ പാരൻസ് പുള്ളിക്കാരൻ്റെ അപ്പീൽ മേടിച്ചു കൊടുത്തു. അപ്പോൾ അന്ന് പിള്ളേർ കുട്ടികളല്ലേ, അപ്പോൾ കുട്ടികൾക്ക് മത്സരിക്കണമെന്ന് പാരൻസ് ആഗ്രഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഞാൻ സംസ്ഥാന യുവജനോത്സവത്തിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നു. ഞാൻ പോയില്ല, എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ലായിരുന്നു. പുള്ളിക്കാരൻ ഇങ്ങനെ വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞു. എൻ്റെ പിള്ളേർ ടോപ്പായി, ഗ്രേഡൊക്കെ കിട്ടി, പ്രൈസും കിട്ടി. ആ കുട്ടികൾക്ക്, ഇവിടെ നിന്ന് കിട്ടാത്ത കുട്ടികൾക്ക് സ്റ്റേറ്റിൽ പ്രൈസ് കിട്ടി. അത് കഴിഞ്ഞു. പിറ്റേ വർഷമായപ്പോൾ ഈ സമയപ്പോൾ ഈ പുള്ളിക്കാരൻ ഞാനുമായിട്ടുള്ള ബന്ധമെല്ലാം വിട്ടു. അതൊന്നും എനിക്ക് പുള്ളിക്കാരനുമായിട്ട് പിന്നെ അറിയത്തില്ല. അപ്പോൾ കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പുള്ളിക്കാരൻ വഴിയെങ്കിലും അവർക്ക് കിട്ടിക്കാണോ. ഞാൻ പിന്നീട് അറിയുന്നത്, എനിക്കറിയത്തില്ല പുള്ളിക്കാരൻ അവരുടെ നിന്ന് എത്ര രൂപ വാങ്ങിച്ചെന്നോ അല്ലെങ്കിൽ ഞാനുമായിട്ട് ഇടപെട്ട് വാങ്ങിച്ചതാണെന്നോ ഒന്നും എനിക്കറിയില്ല. കാരണം ഈ പാരൻസ് എൻ്റെ അടുത്തുനിന്ന് പിണങ്ങിപ്പോയ പാരൻസാണ് ഇങ്ങനെ അടുത്തുനിന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഓൾറെഡി പിറ്റേ വർഷമായപ്പോൾ ഒരു ഇങ്ങനെ മത്സരം, എൻ്റെ ഒരു മനു എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റിനെ ഞാൻ കൊണ്ടുപോയി മത്സരിപ്പിച്ചിട്ട് ഇറങ്ങിയ സമയത്ത് വാർത്ത വരുന്നു, ഇയാളിങ്ങനെ വ്യാജ അപ്പീലുമായിട്ട് ഒരാളിങ്ങനെ കൊടുത്തത്. അപ്പം ഓൾറെഡി ഈ വ്യക്തി ഇങ്ങനെ വരികയും ഈ വ്യക്തിയുടെ പേരിങ്ങനെ അതിൽ കാണിക്കുകയും വ്യക്തി വഴി ഒരുപാട് പേര് പ്രശസ്തരായ ഈ പറഞ്ഞ കണക്ക് നല്ല നല്ല മാസ്റ്റേഴ്സിൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള 4-5 പേര് ഞങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ചു. ഇവരൊക്കെ ഇങ്ങനെ പുള്ളിക്കാരെ എല്ലായിടത്തും നടന്ന് എല്ലാ ജില്ലകളിലും എല്ലാ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർക്കും കൊടുത്തു എന്നൊക്കെ വാർത്ത വന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഞെട്ടി, ഈ കള്ളനായിരുന്നു ഇയാൾ, നമുക്ക് അറിഞ്ഞൂടല്ലോ. അപ്പം നമുക്ക് ഒരു പ്രശ്നം വരുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ഇയാളിങ്ങനെ കൊടുത്തു എന്നുള്ളൊരു കാര്യം ഓക്കെ, അതൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇയാൾ ഒളിവിൽ പോയി. എത്ര കാലങ്ങൾ, 2 മാസം എന്തോ ഒളിവിലായിരുന്നു തോന്നുന്നു പുള്ളി. അപ്പം ഞങ്ങളൊക്കെ നല്ല സന്തോഷത്തോടെ നിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് ഒരു ദിവസം എന്നെ ചോദ്യം ചെയ്യാനായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു കോൾ വരുന്നു. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഞാൻ ചെന്നു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്താണ് നിങ്ങൾ ഇങ്ങനെ അപ്പീൽ. അപ്പോൾ ഞാൻ സത്യസന്ധമായ കാര്യം പറഞ്ഞു. എനിക്കറിയത്തില്ലല്ലോ, നമുക്ക് അറിഞ്ഞുകൂടാ. അന്ന് ഞാനൊരു പെറ്റി കേസിന് പോലും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ള വ്യക്തിയല്ല. അപ്പം ഇങ്ങനെ ചെന്ന സമയത്ത് പറഞ്ഞു ഓക്കെ ഇങ്ങനെയാണല്ലോ കാര്യം, ശരി പറഞ്ഞു. അത് കഴിഞ്ഞ് പോയി. കുറച്ച് ദിവസം വീണ്ടും കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു സുപ്രഭാതത്തിൽ നോക്കിയപ്പോൾ ഒരു ദിവസം വീട്ടിൽ കുറച്ച് പേര് പെട്ടെന്ന് വന്നു, എന്നെ പിടിച്ച് വണ്ടി കയറ്റി നേരെ കൊണ്ടുപോയി, തൃശ്ശൂർ കൊണ്ടുപോയി. തൃശ്ശൂർ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് ഇങ്ങനെ എന്നെ ഉപദ്രവിച്ചു കേട്ടോ. 2-3 അടിയൊക്കെ തന്നു എനിക്ക്. അത് ഭയങ്കര ഒരു ഫീലിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല, എന്നാലും എന്നെ എനിക്ക് 2-3 ഇങ്ങനെ കവാലത്തിലൊക്കെ അടിച്ചു. അപ്പം എനിക്ക് എന്ത് പറയണമെന്നോ ഫോണൊക്കെ പിടിച്ചു വാങ്ങി ചോദിച്ചു, ആരുടെ പറയണം എന്ത് പറയണമെന്നോ ഒരു ഇതുമില്ല. കാര്യം ഞാൻ ഒരു തെറ്റ് ചെയ്യാത്ത. അപ്പം ഞാൻ പിന്നീട് ഇത് അറിഞ്ഞത്, ഇതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞത്, ഇത് എൻ്റെ ഫീൽഡിൽ നിൽക്കുന്നവർ തന്നെ എന്നെ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടാക്കാൻ വേണ്ടി ചെയ്യിപ്പിച്ചൊരു പണിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാനത് ദൈവത്തെ സമർപ്പിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എന്നെ കണ്ണൂരിൽ കൊണ്ടുപോയി അവിടെ വെച്ച് വാറണ്ട് ചെയ്തു. പിന്നെ ജാമ്യം എടുത്താണ് ഞാൻ പുറത്ത് വന്നത്. അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായി എൻ്റെ ലൈഫിൽ. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മറക്കാനാവാത്തൊരു സംഭവമാണ്. കലാഫീൽഡിൽ കിട്ടിയിട്ടുള്ളൊരു ദുരനുഭവം എന്ന് പറയുന്നത് അതാണ്. മനസ്സിലായി. ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു. ഇതിന് ശത്രുക്കളേ ഉള്ളൂ ഈ ഫീൽഡിന്. ഇന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മത്സര ഫീൽഡ് തന്നെ എനിക്ക് മടുത്തു. ഞാൻ സത്യം പറഞ്ഞാൽ കോമ്പറ്റീഷൻ ഫീൽഡിനോട് എനിക്ക് വലിയ താല്പര്യം ഇപ്പം ഇല്ല. ഈ കല പഠിക്കുന്നതുകൊണ്ട്, നൃത്തം പഠിക്കുന്നതുകൊണ്ട് നമ്മുടെ മൈൻഡ് റിലീഫ് ആകുമോ? തീർച്ചയായിട്ടും അവർക്കൊരു റിലാക്സേഷൻ വരും. എപ്പോഴും ഒരു ദൈവിക ചിന്ത വരും, ഒരു പേടി വരും അവർക്ക്. ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആവും. അങ്ങനെ ഒരു നിഷ്കളങ്കത. പരമാവധി കലാകാരരെല്ലാവരും നിഷ്കളങ്കരായിരിക്കും.
അവരുടെ മനസ്സിൽ കുറച്ച് പേര് പക്ഷേ കലാകാരല്ലാതെ കലാകാരായിട്ട് നടിച്ച് നടക്കുന്ന കുറച്ച് പേരുണ്ട്. അവരാണ് ക്രൂവൽ മൈൻഡ് ഉള്ളവർ. പക്ഷേ യഥാർത്ഥ കലാകാരന്മാർ എപ്പോഴും നിഷ്കളങ്കരും സത്യസന്ധരുമായിരിക്കും, ക്ഷമയുള്ളവരുമായിരിക്കും. അവർക്ക് മറ്റുള്ളവരുടെ ഉയർച്ച കാണാൻ ആഗ്രഹിക്കുന്ന ദൈവീകത ഉള്ളവരുമായിരിക്കും. ഇനിയിപ്പോൾ ഞങ്ങൾ പ്രേക്ഷകർ ഒന്നടക്കം ആഗ്രഹിക്കുന്ന കാര്യം, ഈ നൃത്തങ്ങളിലെ കുറച്ച് ചുവടുകൾ ഞങ്ങൾക്ക് കാണിക്കണം. പിന്നെ ഓരോ മുദ്രകളുണ്ടല്ലോ, ഒന്ന് കാണിച്ചു തരാമോ? എന്താണ് നമ്മൾ ഇപ്പം നാട്യശാസ്ത്ര പ്രകാരം നമ്മൾ അഭിനയ ദർപ്പണത്തിൻ്റെ ഭരതനാട്യത്തിൽ ഇപ്പം പ്രധാന മുദ്രകളുണ്ട്. അതിലിപ്പം അസംയുക്ത മുദ്രകളെന്ന് പറയും. അസംയുക്ത മുദ്ര എന്ന് പറഞ്ഞാൽ ഒരു കൈ കൊണ്ടെടുക്കുന്ന മുദ്രകളെ അസംയുക്ത മുദ്രകളെന്ന് പറയും. അപ്പം നമ്മൾ ആ ഒരു കൈ കൊണ്ടെടുക്കുന്ന മുദ്രകളെ ഇതിനിപ്പം പതാക എന്ന് പറയും. പതാക, ത്രിപതാക, അർദ്ധപതാക, കർത്തരീമുഖം, മയൂരം, അർദ്ധചന്ദ്രൻ, ഹാഫ് മൂൺ എന്നാണ് അർദ്ധചന്ദ്രൻ, അരാളം, ശുഗതുണ്ടം, മുഷ്ടി, ശിഖരം, കപിത്തം, കടകാമുഖം. മുഷ്ടി, ശിഖരം, കപിത്തം, കടകാമുഖം. മുഷ്ടി, ശിഖരം, കപിത്തം, കടകാമുഖം. സൂചി, ചന്ദ്രകല, പത്മകോശം, സർപ്പശീർഷം, മൃഗശീർഷം, സിംഹമുഖം, ഗാംഗൂലം, അലപത്മം, ചതുരം, ഭ്രമരം, ഹംസാസ്യം, ഹംസപക്ഷം, സംതംശം, മുകുടം, താമ്രചൂടം, തൃശൂലം. ഇതാണ് മുദ്രകൾ, മുദ്രകൾ. ഇനി എന്താണ്? ഇനി ഞങ്ങൾക്ക് കണ്ണുകൾ കൊണ്ടുള്ള ഒരു കണ്ണുകളുണ്ട്. എന്താണ് കാണിക്കുന്നത്? ഞങ്ങൾക്ക് അതായത് ഒരു ശൃംഗാരത്തിൽ നമ്മൾ എന്താ ചെയ്യണത്? ഒരു പുരുഷൻ, ഒരു സ്ത്രീ ഒരു പുരുഷനെ മോഹിക്കുന്നു, അത് നാണം കൊണ്ട് അയാളെ നോക്കുന്നു. ആ ഒരു ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ. ഇനി എന്ത് വേണം? അപ്പം അതായത് വീര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും പവറായിട്ട് നിൽക്കുന്ന ആളിനെ കാണിക്കുന്നതാണ് വീര്യം. വീര്യം എന്ന് കാണിക്കുമ്പോൾ നമ്മൾ പൗരുഷം. വീര്യം. കരുണം കാണിക്കുന്നത് നമ്മൾ ദയാണ് കാണിക്കുന്നത്. കരുണ കണ്ട എന്തെങ്കിലും കരുണ. ഹാസ്യം കാണിക്കുമ്പോൾ ചിരിയാണ്. നമ്മൾ ഒരാളെ കളിയാക്കുന്നതാണ് ഹാസ്യം. അത്ഭുതം, ഒന്ന് കാണിക്കൂലേ നമ്മൾ? എന്താ ഭംഗി, ഉണ്ടോ? അത്ഭുതം, ഭയാനകം, പേടി എന്നാണ്. ആരെങ്കിലും കൊണ്ട് ബീവത്സം, വെറുക്കപ്പെട്ടത്, അത് ബീവത്സം. ഓക്കെ. രൗദ്രം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊന്നും അല്ല, വേറൊരു ഭാവമാണ്. നമ്മളെല്ലാത്തിനും രൗദ്രം. ശാന്തം എന്ന് പറയുമ്പോൾ ഇതൊന്നുമല്ല, വെറുതെ ശാന്തം, ജസ്റ്റ് ഒന്നുമില്ല. അതായത് മുനിമാരൊക്കെ ഇരിക്കുന്ന കണക്കാണ്. പോരെ അടിക്കണക്കായി. അയ്യോ. അപ്പോൾ വിഷ്ണു, ഒത്തിരി സന്തോഷം. ജീവിതത്തിൻ്റെ ഓരോ യാത്രയിലുണ്ടായ അനുഭവങ്ങളും ഇതുവരെയുള്ള ഒരു ലൈഫിൻ്റെ എക്സ്പീരിയൻസ് ഞങ്ങളോട് പങ്കുവെച്ചു. അപ്പോൾ എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. അപ്പം ഇപ്പോൾ ഉള്ള ഗ്രാഫിനേക്കാൾ ഇനിയും ഒരുപാട് ഉയർച്ചയിലെത്തട്ടെ. തീർച്ചയായിട്ടും ഈ ഒരു സൗഹൃദം നിലനിൽക്കട്ടെ. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, കലയെന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് എല്ലാവർക്കും ലഭിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും നിങ്ങളെ കുടുംബത്തിലെ ഓരോ പറ്റുന്ന കുട്ടികളെയൊക്കെ നിങ്ങൾ കലാപരമായിട്ട് നിങ്ങൾ പഠിപ്പിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി. അപ്പോൾ വിഷ്ണു, മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.